ഗലാത്യ ലേഖനത്തിൽ 5-ാം അധ്യായത്തിലോട്ട് നമ്മൾ കടക്കുമ്പോൾ 5-ാം അധ്യായം ഗലാത്യ ലേഖനത്തിന്റെ താക്കോൽ വാക്യം നമുക്ക് നൽകുന്നു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. സാധാരണ ഒരു പുസ്തകം പഠിക്കുമ്പോൾ താക്കോൽ വാക്യം മനസ്സിലാക്കി അതൊന്ന് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ആ പുസ്തകം പഠിക്കാനും പഠിപ്പിക്കാനും വളരെ സഹായമാണ്. 5-ാം അധ്യായത്തിൽ ആദ്യത്തെ വാക്യമാണ് അതിന്റെ താക്കോൽ വാക്യം. 5:1 പറയുന്നത്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുകത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത്. 5-ാം അധ്യായം ആക്ച്വലി 3 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഈ 3 സെക്ഷൻസും കംപ്ലീറ്റ്ലി പ്രായോഗിക ജീവിതത്തെ കുറിച്ചാണ്. അടിസ്ഥാന ഉപദേശം എവിടെ പഠിപ്പിച്ചാലും ആ ടീച്ചിങ്ങിന്റെ കൂടെ ഈ അടിസ്ഥാന ഉപദേശങ്ങളുടെ പ്രായോഗിക വശങ്ങൾ പഠിപ്പിച്ചു പോകേണ്ടത് ആവശ്യമാണ്. അത് പലപ്പോഴും നാം കാണുന്നില്ല. അങ്ങനെ പ്രായോഗിക വശം പഠിപ്പിക്കാത്തതിൻ്റെ ദൂഷ്യഫലങ്ങൾ, അതിൻ്റെ ന്യൂനത പലപ്പോഴും കാണാൻ സാധിക്കും. ദൈവവചനം നമുക്ക് തന്നിരിക്കുന്ന മാതൃക, ഏത് വിഷയം പഠിപ്പിച്ചാലും പഠിക്കുന്ന ആളുകളെ ആദ്യം തയ്യാറാക്കണം, അത് കഴിഞ്ഞ് അടിസ്ഥാനം പഠിപ്പിക്കണം, പിന്നെ അതിൻ്റെ പ്രായോഗിക വശങ്ങൾ പറയണം. സോ ഇത്രയും ഇതിനു മുൻപുള്ള അധ്യായങ്ങളിൽ പഠിപ്പിച്ചതിൻ്റെ പ്രായോഗിക വശം കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് 5-ാം അധ്യായത്തിൽ 6-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 5-ാം അധ്യായം 3 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. 1 തൊട്ട് 12 വാക്യങ്ങളിൽ ക്രിസ്തുവിൽ ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. 13 തൊട്ട് 18 വാക്യങ്ങളിൽ ജഡത്തിന്റെ നിയന്ത്രണത്തിന് പകരം ആത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കാനുള്ള ഒരു വെല്ലുവിളിയാണ്. 19 തൊട്ട് 26 ജഡത്തിന്റെ പ്രവൃത്തിയും ആത്മാവിന്റെ ഫലവും തമ്മിൽ തുലനം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 3 പ്രധാനപ്പെട്ട സെക്ഷനായിട്ട് ഗലാത്യ ലേഖനം 5-ാം അധ്യായം നമുക്ക് വിഭജിക്കാൻ സാധിക്കും. ഇതിൽ ഗലാത്യ ലേഖനം 5:1 ആക്ച്വലി വേർപാട് പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനമാണ്. വേർപാട് പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, അതുകൊണ്ട് പട്ടക്കാര് ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിച്ച സിസ്റ്റംസിന് അടിമകളായിട്ട് നിൽക്കരുത്. 2 വേർപാട് പ്രസ്ഥാനം തുടങ്ങിയത്. ഒന്ന് ഇംഗ്ലണ്ടിൽ വേർപാട് പ്രസ്ഥാനം തുടങ്ങിയപ്പം അവരെല്ലാം ആംഗ്ലിക്കൻ ചർച്ചിന്റെ മെമ്പേഴ്സ് ആയിരുന്നു. ആംഗ്ലിക്കൻ ചർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി അക്കാലത്തെ ജഡീകന്മാരാണ് ഭരിച്ചിരുന്നത്. അതിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചില ആളുകൾ ഒന്നിച്ചുകൂടി അങ്ങനെ ഇംഗ്ലണ്ടിൽ വേർപാട് പ്രസ്ഥാനം തുടങ്ങി. കേരളത്തിൽ വേർപാട് പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ മാർത്തോമ യാക്കോബ സഭയുടെ അടിമത്വത്തിൽ നിന്ന് സ്വതന്ത്രമായിട്ട് ചിലർ ദൈവത്തെ ആരാധിച്ചു. അതിൽ പ്രധാനപ്പെട്ടത് കുമ്പനാട്ടായിരുന്നു. എന്നാൽ കുമ്പനാട്ട് മാത്രമല്ലായിരുന്നെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. വേർപാട് സഭാ ചരിത്രം പരിശോധിക്കുമ്പോൾ കുന്നംകുളത്ത്, കുമ്പനാട്ട്, അതുപോലെ കുറെ കൂടെ തെക്കോട്ട് പലയിടത്തും ദൈവാത്മാവ് ആളുകളുടെ മധ്യേ പ്രവർത്തിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കുമ്പനാട്ടെ ആയിപ്പോയി. അതുകൊണ്ട് വേർപാട് പ്രസ്ഥാനത്തിന്റെ ആരംഭം കുമ്പനാട്ടാണെന്ന് പറയാറുണ്ട്. ഇത് ഇംഗ്ലണ്ടിലുള്ള
വേർപാട് പ്രസ്ഥാനവുമായിട്ട് യാതൊരു ബന്ധമില്ലായിരുന്നെന്നൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ആ പ്രസ്ഥാനം അല്ലെങ്കിൽ ആ ഒരു മൂവ്മെന്റ് തുടങ്ങാൻ ബേസിക് കാരണം സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആ സ്വാതന്ത്ര്യം പട്ടക്കാർക്ക് കൊടുക്കത്തില്ല എന്നുള്ള ഒരു തീരുമാനമായിരുന്നു. പട്ടക്കാരല്ല തീരുമാനിക്കേണ്ടത് നമ്മുടെ ആത്മീയ ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇത് ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ വിശ്വാസികളെയും ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നാം ഉറച്ചു നിൽക്കുകയും കാണാതെ പഠിക്കുകയും നമ്മുടെ മക്കളെയൊക്കെ പഠിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു വാക്യമാണ് ഗലാത്യർ 5:1. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് പ്രസ്ഥാനമാണെങ്കിലും തുടങ്ങി കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അവിടെ സ്വാതന്ത്ര്യം എന്നുള്ളത് മറന്ന് ഒന്നിൽ ന്യായപ്രമാണത്തിന്റെ അടിമത്വത്തിലേക്ക് അല്ലെങ്കിൽ അരാജകത്വത്തിലേക്ക് മാറും. ഇന്ന് കേരള വേർപാട് പ്രസ്ഥാനത്തിൽ രണ്ടും കാണുന്നുണ്ട്. ഒന്ന്, മനുഷ്യനിർമ്മിതമായ പല രീതിയിലുള്ള ന്യായപ്രമാണങ്ങൾ. അത് ന്യായപ്രമാണം എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നില്ലെന്നേ ഉള്ളൂ. എന്നാൽ പല രീതിയിലുള്ള ന്യായപ്രമാണങ്ങൾ നമ്മളെ, വേർപാട് പ്രസ്ഥാനത്തെ, പ്രത്യേകിച്ച് കേരള വേർപാട് പ്രസ്ഥാനത്തെ അടിമകളാക്കിയിട്ടുണ്ട്. മറുവശത്ത് എല്ലാ രീതിയിലുള്ള അരാജകത്വം നാം കാണുന്നുണ്ട്. ഇതിൻ്റെ ഒരു പരിണിത ഫലമാണ് നമ്മുടെ പുതിയ തലമുറ ഒരു സൈഡിൽ നിന്ന് അടിമത്വം കാണുന്നു, ഒരു സൈഡിൽ അരാജകത്വം കാണുന്നു. ആത്മാവിലുള്ള സ്നേഹം, പരസ്പര സ്നേഹവും ബഹുമാനവും കാണുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്ന സഭകളിലേക്ക് അവർ വേർപാട് സഭ വിട്ടിട്ട് മാറിപ്പോവുകയാണ്. ഞാൻ എറണാകുളത്തു നിന്നാണ്, എറണാകുളത്തിരുന്ന് ഈ ക്ലാസ് എടുക്കുന്നത്. ഈ എറണാകുളത്ത് 1 ഡസനിലധികം വേർപാട് സഭകളുണ്ട്. ഇതിൽ പല സഭകളിൽ മൂപ്പന്മാരുടെ മക്കൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപാട് സഭയുമായിട്ട് കൂട്ടായ്മയിലിരുന്ന മക്കൾ അവർ വേർപാട് സഭ വിട്ടിട്ട് ന്യൂ ജനറേഷൻ ചർച്ചസിലോട്ട് മൈഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം അവിടെ അടിമത്വവുമില്ല, അരാജകത്വവുമില്ല എന്നവർ കാണുന്നു, എന്നവർക്ക് തോന്നുന്നു. അടിമത്വം ഉണ്ട്, അരാജകത്വം ഉണ്ട്. എന്നാൽ ഈ ന്യൂജൻ ചർച്ചസിൽ അവർക്ക് നല്ല ഇഫക്റ്റീവായിട്ടുള്ള മുഖംമൂടികളുണ്ട് എന്നൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. പിന്നെ നമുക്കില്ലാത്ത ഒരു കാര്യം അവർക്കുണ്ട്, അജപാലനം, ഷെപ്പേർഡിങ് നമുക്കില്ല. ന്യൂ ജനറേഷൻ ചർച്ചസിന് ധാരാളം ഉണ്ട് എന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. സോ ഈ വാക്യത്തിൽ നാം തുടങ്ങുമ്പോൾ ഈ വാക്യം എക്സാക്ട്ലി നമ്മിൽ ഓരോരുത്തരെയും എന്ത് പ്രബോധിപ്പിക്കുന്നു എന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതായിരിക്കും. വേദപുസ്തകം ഓർപ്പിക്കുന്നത്, അല്ലെ ദൈവാത്മാവ് ഓർപ്പിക്കുന്നത്, നാം അടിമത്വത്തിൽ പിന്നെയും കുടുങ്ങരുത്. അപ്പൊ നിങ്ങൾ ചോദിച്ചെന്നിരിക്കും, അരാജകത്വത്തെ കുറിച്ച് എന്താ പറയാത്ത? അരാജകത്വം ഒരു സൈസ് അടിമത്വമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അരാജകത്വം ജഡത്തിന്റെ അടിമത്വമാണ്. അതേസമയത്ത് മനുഷ്യനിർമ്മിത ന്യായപ്രമാണം അത് മറ്റൊരു രീതിയിലുള്ള അടിമത്വമായി. ഇത് രണ്ടിൽ നിന്നും നമ്മൾ മാറി നിൽക്കണം. ഇന്ന് സന്ധ്യാസമയത്ത് ഈ വിഷയം പഠിക്കുമ്പോൾ നമ്മിൽ ഓരോരുത്തർ നമ്മൾ ഇരിക്കുന്ന സഭകളിൽ നമ്മുടെ കാരണം കൊണ്ട്, എൻ്റെ കാരണം കൊണ്ട് ഒരു രീതിയിലുള്ള മനുഷ്യനിർമ്മിത ന്യായപ്രമാണം അടിച്ചേൽപ്പിക്കാൻ പാടില്ല, ഒരു രീതിയിലുള്ള അരാജകത്വം വരാൻ പാടില്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. 2-ാം വാക്യം ഗലാത്യ ലേഖനം 5:2 നാം വായിക്കുന്നത്, നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവും ഇല്ല എന്ന് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ വ്യക്തമായിട്ട് പൗലോസായ ഞാൻ എന്ന് പറയുമ്പോൾ, ഞാൻ ക്ലാസ്സസ് എടുക്കുമ്പോൾ
എന്തുകൊണ്ട് ദൈവാത്മാവ് പറയുന്നു എന്ന് ആവർത്തിച്ചു പറയുന്നത്? അതിനൊരു കാരണമുണ്ട്. ദൈവാത്മാവ് ദൈവവചനം എഴുതിപ്പിച്ചപ്പോൾ എഴുതിയ ആളുകൾക്ക് അവരുടെ പേഴ്സണാലിറ്റി അതിൽ കൂടെ എക്സ്പ്രസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് പൗലോസായി ഞാൻ നിങ്ങളോട് പറയുന്നതെന്ന് ഇവിടെ പൗലോസ് എടുത്തു പറയുന്നത്. എന്നാൽ പൗലോസ് പറയുന്നു പത്രോസ് പറയുന്നെന്ന് നമ്മൾ പറഞ്ഞ് ദൈവവചനം ഇപ്പൊ പൗലോസിന്റെയും പത്രോസിന്റെയും വചനങ്ങൾ ആയിരിക്കുകയാണ്. ആ ഒരു ടെൻഡൻസി മാറിക്കിട്ടുവാൻ വേണ്ടിയാണ് ഞാൻ വിഷയത്തിന്റെ മറുവശം എംഫസൈസ് ചെയ്യുന്നത്. ഇത് ദൈവാത്മാവിന്റെ വചനമാണ്. ദൈവാത്മാവ് അനുവദിച്ചത് കൊണ്ടാണ് പൗലോസ് ഇത് എൻ്റെ വചനം എന്ന് പറയുന്നത്, അല്ലെ ഞാൻ നിങ്ങളോട് പറയുന്നതെന്ന്. ഇത് ആക്ച്വലി ദൈവാത്മാവാണ് നമ്മളോട് പറയുന്നത്. പരിച്ഛേദനയേറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് യാതൊരു പ്രയോജനമില്ല. നമ്മൾ ന്യായപ്രമാണത്തിന്റെ പുറകെ പോയാൽ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കത്തില്ല എന്ന് മാത്രമല്ല, ന്യായപ്രമാണത്തിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആ സ്വാതന്ത്ര്യം വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. മനസ്സിലാക്കാതെ പോകുമ്പോൾ സഭയിൽ പല രീതിയിലുള്ള അരാജകത്വം കടന്നു വരും. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം മറന്നുപോയ എല്ലാ സമൂഹങ്ങളിലും, ക്രിസ്തീയ സമൂഹങ്ങളിലും അരാജകത്വം കടന്നു വന്നു എന്ന് നാം കാണുന്നു. ഞാൻ ഓർപ്പിക്കട്ടെ, കേരളത്തിൽ 1940കളിൽ നടന്ന ഒരു നവീകരണമായിരുന്നു സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച്. എനിക്ക് ഫസ്റ്റ് ഹാൻഡ് അറിയാവുന്ന ഒരു ഹിസ്റ്ററി ആയതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. മാർത്തോമ ചർച്ചിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വേർപെട്ട ആളുകളാണ് സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് തുടങ്ങിയത്. അവരൊത്തിരി അതിനുവേണ്ടി വില കൊടുക്കേണ്ടി വന്നു. എന്നാൽ ചില ദശാബ്ദങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്കും മാർത്തോമ ചർച്ച് പോലെ തന്നെ അച്ഛന്മാരെ വേണം, അച്ഛന്മാർക്ക് പട്ടത്വം കൊടുക്കണം, തിരുമേനിമാരെ വേണം എന്നായി. അവർ എന്നിട്ട് മാർത്തോമ ചർച്ച് അവരെ കംപ്ലീറ്റ്ലി ബോയ്ക്കോട്ട് ചെയ്തായിരുന്നു. അവർ ഫെഡറേഷൻ ഓഫ് ഇവാഞ്ചലിക്കൽ ചർച്ചസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ സ്ഥാപനത്തെ അപ്രോച്ച് ചെയ്തു. ഇന്ന് ആ സ്ഥാപനം ഓൾമോസ്റ്റ് ഡെഡ് ആണ്. എന്നാൽ അതിന്റെ സെക്രട്ടറിയുമായിട്ട് ഞാൻ വളരെ ക്ലോസ് ആയിരുന്നു. എൻ്റെ ഫാദറിന്റെ പ്രായമായിരുന്നെങ്കിലും ക്ലോസ് ആയിരുന്നു. അവരെ അപ്രോച്ച് ചെയ്തു. എന്നിട്ട് അവർ ഇവർക്ക് വേണ്ടി തിരുമേനിമാരെ വാഴ്ത്തി കൊടുക്കുകയാണ് ചെയ്തത്. ആൻഡ് തിരുമേനിമാര് വന്നു കഴിഞ്ഞപ്പോൾ അവർ ഏത് സിസ്റ്റം വിട്ടിട്ടാ വന്നത്, അതേ സിസ്റ്റമിലേക്ക് മടങ്ങിപ്പോയി എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഗലാത്യ ലേഖനം അതാണ് ഓർപ്പിക്കുന്നത്. ദൈവവചനം ഓർപ്പിക്കുന്നത് ദൈവവചനം ഇവിടെ ഓർപ്പിക്കുന്നത് പരിച്ഛേദനയേറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനമില്ല. നമുക്കിതിന്റെ ആപ്ലിക്കേഷൻ, നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള മനുഷ്യനിർമ്മിത ന്യായപ്രമാണത്തിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അധികം താമസിക്കാതെ നമുക്ക് നഷ്ടപ്പെടും. 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ഓർപ്പിക്കുന്നത് പരിച്ഛേദന ഏൽക്കുന്ന ഏത് മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവനും നിവർത്തിപ്പാൻ കടംപെട്ടിരിക്കുന്നെന്ന് ഞാൻ പിന്നെയും സാക്ഷീകരിക്കുന്നു. ദൈവവചനം ഓർപ്പിക്കുന്നത് ഗലാത്യയിലുള്ള പ്രശ്നം ഇത്. ഗലാത്യയിലുള്ളവർ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം പ്രാപിച്ചെങ്കിലും തിരിച്ച് പരിച്ഛേദനയുടെ പുറകെ പോയി. അവരെ ആളുകൾ വന്ന് ബ്രെയിൻ വാഷ് ചെയ്തതാണ്. ആ ബ്രെയിൻ വാഷിങ്ങിന്റെ കാരണം കൊണ്ട് പരിച്ഛേദനയുടെ പുറകെ പോയി. ആൻഡ് ഇവിടെ ദൈവാത്മാവ് ഓർപ്പിക്കുന്നത് ഒരുത്തൻ പരിച്ഛേദന ഏറ്റു കഴിഞ്ഞാൽ അവൻ യഹൂദനാണ്. യഹൂദനാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. യഹൂദനാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ യഹൂദന്റെ ന്യായപ്രമാണം മുഴുവൻ അനുസരിക്കാൻ വേണ്ടി കടംപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് ഇവിടെ ഓർപ്പിക്കുന്നത് പരിച്ഛേദന ഏൽക്കുന്ന ഏത് മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവൻ നിവർത്തിപ്പാൻ കടംപെട്ടിരിക്കുന്നു എന്ന് ഞാൻ പിന്നെയും സാക്ഷീകരിക്കുന്നു. ഇന്ന് നമുക്ക് പരിച്ഛേദന എന്നുള്ള ഒരു ടെംപ്റ്റേഷൻ അല്ലെങ്കിലും മനുഷ്യനിർമ്മിതമായ നിയമങ്ങള് അതിന്റെ പുറകെ പോവുക, അത്
ഒരു ടെംപ്റ്റേഷൻ തന്നെയാണ്. അത് പല രീതിയിൽ ദൈവസഭയിൽ കാണപ്പെടുന്നു. അതിൻ്റെ ഒക്കെ പുറകെ പോയി കഴിഞ്ഞാൽ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഇതിനു മുൻപ് പല പ്രാവശ്യം ഞാൻ ഓർപ്പിച്ച ഒരു വിഷയമാണ് എക്സ്ക്ലൂസീവ് ബ്രദറൻ. വേർപാടുകാരായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് വിശ്വാസികളുടെ ജീവിതത്തിലുള്ള പാപങ്ങൾ കണ്ടു കഴിഞ്ഞ് ആ പാപം പാടില്ല എന്ന് പഠിപ്പിച്ച് ഈ വിശ്വാസികൾ ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിൽ പാപരഹിതമായ ജീവിതം നയിക്കുന്നതിന് പകരം അവർ ഓരോ രീതിയിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. അങ്ങനെ നിയമങ്ങൾ ഉണ്ടാക്കി ഫൈനലി നിയമങ്ങൾ മാത്രമേ ഉള്ളൂ. വിശ്വാസികൾ നിയമത്തിന് വേണ്ടി ജീവിക്കുക എന്നായി. എക്സ്ക്ലൂസീവ് ബ്രദറൻ ഒരു കൾട്ടായിട്ട് മാറി. ആ കൾട്ടിൽ പെട്ടവർ ഒരു രീതിയിലും മറ്റ് വിശ്വാസികളുമായിട്ട് ഫെലോഷിപ്പ് പാടില്ലെന്നായി. മറ്റ് വിശ്വാസികൾ ഈ എക്സ്ക്ലൂസീവ് ബ്രദറൻ സഭയിൽ ചെന്ന് കഴിഞ്ഞാൽ തിരുത്താഴ അനുവദിക്കത്തില്ല. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളായി മാറിയിരിക്കുകയാണ്. ഞാൻ കമ്പൽഷന്റെ കാരണം കൊണ്ട് 2 പ്രാവശ്യം എക്സ്ക്ലൂസീവ് സഭ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു അങ്കിൾ അതിൻ്റെ ഒരു മൂപ്പനായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം ഞാൻ അവിടെ ചെന്നപ്പം മെസ്സേജിന് വേണ്ടി എന്നെ ഇൻവൈറ്റ് ചെയ്തു. ഞാനായിരുന്നു പ്രസംഗിച്ചത്. എന്നാൽ എനിക്ക് തിരുത്താഴയില്ലായിരുന്നു. കാരണം അവരുടെ നിയമത്തിനനുസരിച്ച് ഞാൻ എക്സ്ക്ലൂസീവ് അല്ലാത്തത് കൊണ്ട് തിരുത്താഴത്തിന് അർഹനല്ല. എന്നാൽ ബൈബിളിന്റെ ഒരു സ്റ്റുഡന്റ് ആയതുകൊണ്ട് ഞാൻ പ്രീച്ച് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ദൈവവചനം പ്രസംഗിക്കുകയും ചെയ്തു. ഒരു ഹിപ്പോക്രിറ്റിക്കൽ കപടം നിറഞ്ഞ സിസ്റ്റമാണ്. ഒരു വ്യക്തിക്ക് അവിടെ പ്രസംഗിക്കാം, അവൻ പ്രസംഗിക്കുന്ന ദൈവവചനമായിട്ട് അവർ അംഗീകരിക്കുന്നു. എന്നാൽ അവൻ ദൈവമകനല്ല, അവരുമായിട്ട് ഫെലോഷിപ്പിന് വേണ്ടി അർഹനായ ദൈവമകനല്ല. ഇങ്ങനെയുള്ള പല രീതിയിലുള്ള അടിമത്വം കടന്നു വരും. ഗലാത്യയിലെ യഹൂദന്മാരുടെ സിസ്റ്റം കടന്നു വരാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ഇന്നത്തെ സഭകളിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള അടിമത്വങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ മധ്യേ കാണപ്പെടുന്ന അരാജകത്വം, അതുപോലെ തന്നെ നമ്മുടെ ഇടയ്ക്ക് കാണപ്പെടുന്ന പല രീതിയിലുള്ള ഗുണ്ടായിസം, നിങ്ങൾ ഓർക്കും, നിങ്ങൾ പറഞ്ഞു തന്നിരിക്കും ഗുണ്ടായിസം എന്നുള്ള വാക്ക്. അതെ, പല രീതിയിൽ വിശ്വാസികളെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയുള്ള ആത്മീക നിയമങ്ങൾ. ആത്മീക നിയമങ്ങൾ എന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം അത് ആത്മീക നിയമങ്ങളാണെന്നും പറഞ്ഞ് ഓരോരുത്തരെ ഇറക്കുമതി ചെയ്യുന്നതാണ്. ഇതെല്ലാം അടിമത്വത്തിന്റെ മറ്റൊരു രൂപമാണ്, വകഭേദമാണ്. ഗലാത്യർ 5:4 നാം വായിക്കുന്നത്, ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ദൈവവചനം പ്രബോധിപ്പിക്കുന്നത് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. ആ സ്വതന്ത്രരാക്കി കഴിഞ്ഞ് മനുഷ്യനിർമ്മിതമായ ഏത് സിസ്റ്റമിന്റെ പുറകെ നമ്മൾ പോയാലും ആ സിസ്റ്റമിൽ കൂടെ നമ്മൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോവുകയാണ്. ഈ സിസ്റ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നവർക്ക് തോന്നുന്നത് നമ്മളെ അതിൽ കൂടെ ക്രിസ്തുവിനോട് അടുപ്പിക്കുകയാണെന്ന്. അല്ല, ദൈവവചനം നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം ഏത് രീതിയിൽ റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് ക്രിസ്തുവിനോട് നമ്മളെ വേർപെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കൃപയിൽ നിന്ന് വീണു പോകുകയാണ് ചെയ്യുന്നത്. ഇന്ന് സന്ധ്യാസമയത്ത് ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ സഹോദര സഹോദരിമാരെയും ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമുക്കെല്ലാവർക്കും ക്രിസ്തു സഭ നല്ല രീതിയിൽ നടക്കണം എന്ന് ആഗ്രഹമുണ്ട്. വിശ്വാസികൾ വിശുദ്ധിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഇരിക്കെ വിശ്വാസികളുടെ ജീവിതത്തിൽ പാടില്ലാത്ത എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ
നാം മുട്ടിപ്പായിട്ട് ആ വിശ്വാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അങ്ങനെയുള്ള വിശ്വാസികൾക്ക് വേണ്ടി കുറച്ച് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടതെന്ന് ഓർപ്പിക്കട്ടെ. ഇന്ന് പല സഭകളിൽ തിരുവത്താഴത്തിന് മുൻപ് ബ്രദർ ജോർജി കുര്യൻ തൻ്റെ ഫാദറിന് വേണ്ടി ഹോസ്പിറ്റലിലാന്നൊരു നോട്ടുണ്ട്. ബ്രദറിന് വേണ്ടിയും ബ്രദറിന്റെ പിതാവിന് വേണ്ടിയും പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് മറന്നു പോകുന്നതിന് മുമ്പ് ഓർപ്പിക്കട്ടെ. നമ്മളെല്ലാം സഹോദരങ്ങളാണ്. അപ്പോൾ ഒരു കുടുംബത്തിൽ ഏതെങ്കിലും ഒരു ഫാമിലി സഫർ ചെയ്യുവാണെങ്കിൽ നമ്മളെല്ലാം ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ വേദനയിൽ പങ്കുചേരണം എന്ന് ഓർപ്പിക്കട്ടെ. സോ ദൈവവചനം ഇവിടെ ഓർപ്പിക്കുന്നത്, വിശ്വാസികളായ നാം നന്മയ്ക്ക് വേണ്ടിയായിരിക്കും നിയമങ്ങൾ ഉണ്ടാക്കുന്നത്, എന്നാലേ മനുഷ്യനിർമ്മിത നിയമങ്ങളിൽ കൂടെ തിന്മയുള്ളൂ. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയായിരുന്നു. തിരുവത്താഴത്തിൽ പങ്കുചേരുന്നതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ച എവിടെ ആയിരുന്നെന്ന് എഴുന്നേറ്റ് പറയേണ്ടത് പല വേർപാട് സഭകളിൽ കമ്പൽസറിയാണ്. ഈ സിസ്റ്റം എങ്ങനെ വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ആഴ്ച ആബ്സെന്റ് ആയിരുന്നു, അതിനു മുൻപ് ആബ്സെന്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് അറിയുന്ന ആ ബ്രദറ് എന്തോ പാടില്ലാത്ത കാര്യത്തിൽ പെട്ടിരുന്നു. അപ്പൊ അങ്ങനാണെങ്കിൽ ഇനിയും തൊട്ട് സഭയിൽ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞ ആഴ്ച എവിടെ ആയിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയ്ക്ക് അറിയാൻ സാധിക്കും ആ വ്യക്തി എന്തെങ്കിലും തെറ്റ് ചെയ്യുമായിരുന്നോ ഇല്ലയോ. അങ്ങനെയുള്ള ഒരു ചിന്താഗതിയിൽ കൂടെയാണ് ഈ ഒരു നിയമം കൊണ്ടുവന്നത്. എല്ലാ സഭകളിലും ഇല്ലെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. എന്നാൽ പല സഭകളിൽ കഴിഞ്ഞ ആഴ്ച എവിടെ ആയിരുന്നെന്ന് എഴുന്നേറ്റ് പറയേണ്ടത് വളരെ കമ്പൽസറിയാണ്. മനുഷ്യനിർമ്മിത നിയമങ്ങൾ. നിങ്ങളുടെ സഭയിൽ അങ്ങനെ ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ അത് കണ്ട് നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും, ബ്രദറെ അതിനെന്താ തെറ്റ്? മനുഷ്യനിർമ്മിത ഒരു സിസ്റ്റം ആണെന്നുള്ളതാ അതിന്റെ തെറ്റ്. വേദപുസ്തകം അങ്ങനെ പറയുന്നില്ല. വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു കാര്യമില്ല. നിങ്ങൾ പിന്നെയും ചോദിച്ചെന്നിരിക്കും, ബ്രദറെ അത് നല്ലതല്ലേ? നല്ലതാണെന്നും പറഞ്ഞാണ് ഒരു 100 സിസ്റ്റംസ് എക്സ്ക്ലൂസീവ് വേർപാടുകാർ കൊണ്ടുവന്ന് ഒടുവിൽ അവർ വേർപാടുകാരല്ല, ക്രിസ്തീയ മെയിൻ സ്ട്രീം പോലും അല്ല, ഒരു കൾട്ടായിട്ട് മാറിയത്. എല്ലാം നല്ലതായിട്ട് തോന്നിയത് കൊണ്ടാണ് അവർ കൊണ്ടുവന്നത്. ഈ കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കട്ടെ. അതൊരു ഉദാഹരണമായിട്ട് എടുത്തു പറയേണ്ടത് ആവശ്യമാണ്. കാരണം എന്നാൽ നാളെ ചെന്ന് നിങ്ങളുടെ സഭയിൽ ആ സിസ്റ്റം പാടില്ല എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കരുത്. ബട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതിന്റെ ഒറിജിൻ എന്താണെന്നാണ്. മനുഷ്യനിർമ്മിത നിയമങ്ങൾ. ഗലാത്യലേഖന 5-ാം അധ്യായത്തിന്റെ 5-ൽ നാം വായിക്കുന്നത്, ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കും എന്നുള്ള പ്രത്യാശ നിവൃത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. ഇവിടെ ഞങ്ങളിൽ നിന്നും നിങ്ങളിൽ നിന്നും പറയുന്നതിന്റെ പുറകെ ഒരു കാരണമുണ്ട്. ദൈവാത്മാവ് വേദപുസ്തകം എഴുതിയ എഴുത്തുകാർക്ക് അവരുടെ പേഴ്സണാലിറ്റി അവിടെ ക്ലിയർ ആയിട്ട് ഉപയോഗിക്കാനുള്ള അനുവാദം തന്നു. 2, ഇവിടെ 2 രീതിയിലുള്ള വിശ്വാസികൾ ഉണ്ടെന്ന് വായിക്കുന്നവർ മനസ്സിലാക്കണം. 1, ന്യായപ്രമാണത്തിന്റെ പുറകെ ബ്ലൈൻഡായിട്ട് ഓടുന്ന വിശ്വാസികൾ. മറ്റൊന്ന്, ന്യായപ്രമാണത്തിന്റെ പുറകെ ഓടാൻ പാടില്ല, നീതീകരണം വിശ്വാസത്തിൽ കൂടെ മാത്രമാണെന്ന് മനസ്സിലാക്കിയ വിശ്വാസികൾ. വേർപാട് സമൂഹത്തിലും ബേസിക്കലി ഈ 2 രീതിയിലുള്ള വിശ്വാസികളാണുള്ളത്. 1, വിശ്വാസത്താലേ നീതീകരണം എന്ന് മനസ്സിലാക്കി സഭയുടെ മേളിൽ ആവശ്യമില്ലാത്ത മനുഷ്യനിർമ്മിത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം ക്രിസ്തുവിലുള്ള പ്രത്യാശയ്ക്ക് വേണ്ടി ആത്മാവിനാൽ കാത്തിരിക്കുന്ന വിശ്വാസികൾ. ഈ ആത്മാവിനാൽ കാത്തിരിക്കുന്ന വിശ്വാസികളാണ്, അവരാണ് പരദൂഷണത്തിൽ താല്പര്യമില്ല, മറ്റുള്ളവന്റെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്ന് താല്പര്യമില്ല. നേരെ മറിച്ച് ഏതെങ്കിലും വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു രോഗം വന്നാൽ, ഒരു പ്രയാസം വന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശ്വാസിയോ വിശ്വാസിയുടെ മക്കളോ ഏതെങ്കിലും ഒരു തെറ്റിൽ പെട്ടുപോയാൽ അതിനെ ഓർത്ത് ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുന്നത് പ്രത്യാശയുള്ളവരാണ്.
വിശ്വാസത്തിൽ നീതി ലഭിക്കുമെന്നുള്ള പ്രത്യാശയുള്ളവരാണ്. അവർക്ക് ആ പ്രത്യാശ ഉള്ളത് കൊണ്ട് അവർ ദൈവത്തോട് അടുത്ത് ജീവിക്കുന്നതിന്റെ കാരണം കൊണ്ട് മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നില്ല. ഇന്ന് ദൈവവചനം കേൾക്കുന്ന എല്ലാ സഹോദര സഹോദരിമാരെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്നുള്ള പ്രത്യാശ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ബിഹേവിയറിനെ ആദ്യാന്തം എടുത്തു മാറ്റും. ആ ആദ്യാന്തമുള്ള മാറ്റം ആവശ്യമാണ്. ആ മാറ്റം വന്ന് കഴിയുമ്പോൾ നമ്മൾ പ്രത്യാശ നിവൃത്തിയുടെ പുറകെ ഓടും. പ്രത്യാശ നിവൃത്തിയുടെ പുറകെ ഓടുമ്പോൾ മാറ്റങ്ങൾ വരും. ഇത് പരസ്പരം ബന്ധപ്പെട്ടതാണെന്ന് ഓർപ്പിക്കട്ടെ. ഇന്ന് ദൈവവചനം കേൾക്കുന്ന നമ്മിൽ ഓരോരുത്തര് നമ്മുടെ മനസ്സിൽ ആ പ്രത്യാശയുണ്ടോ? പ്രത്യാശ ഉണ്ടെങ്കിൽ നാം മൈൻഡിങ് മൈ ബിസിനസ് എന്നുള്ള ആ രീതിയിൽ ഇംഗ്ലീഷിൽ, അതോ മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കാൻ പോവുകയാണോ എന്ന് ശ്രദ്ധിക്കണം. എന്ന് മാത്രമല്ല, നാം പ്രാദേശിക സഭ എന്ന് പറയുന്ന ഒരു വിശാല കുടുംബത്തിന്റെ അംഗങ്ങളാണല്ലോ. ആ വിശാല കുടുംബത്തിൽ രോഗമുള്ളവർക്ക് അവർക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട്, വേദനയിലിരിക്കുന്നവർക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട്, തെറ്റിപ്പോകുന്ന ആളുകൾക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട്, തെറ്റായ വഴിയിൽ പോകാനുള്ള സപ്പോർട്ട് അല്ല, മടങ്ങി വരാനുള്ള സപ്പോർട്ട് കൊടുക്കണമെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. സ്വാതന്ത്ര്യം ശരിയായിട്ട് മനസ്സിലായെങ്കിലേ വിശാല കുടുംബത്തിന്റെ വാല്യൂ മനസ്സിലാകത്തുള്ളൂ. വിശാല കുടുംബത്തെ വിശ്വസ്തയോടെ സെർവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. 6-ാം വാക്യം പറയുന്നത്, ഗലാത്യർ 5:6. ഞാൻ ഓർപ്പിക്കട്ടെ, 1 തൊട്ട് 12 ഓർപ്പിക്കുന്നത് നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കണം. അതിന്റെ ഓരോ വശങ്ങളാണ് നമ്മൾ ഈ കണ്ടുവരുന്നത്. ക്രിസ്തു യേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം. അപ്പൊ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി എന്നുള്ള വിഷയം വ്യക്തമായിട്ട് മനസ്സിലാക്കി, അങ്ങനെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞ് ഈ സ്വാതന്ത്ര്യത്തിന്റെ പരിണിത ഫലം എന്ത് ആയിരിക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ അത് മനസാ വാച്യ കർമ്മണ നമ്മളെ രൂപാന്തരപ്പെടുത്തും. ആകയാൽ ഒരുവൻ ക്രിസ്തുവിനെങ്കിൽ അവൻ പുതിയ സൃഷ്ടി. ആ പുതിയ സൃഷ്ടിക്ക് അനുസരിച്ച് നമ്മിൽ രൂപാന്തരം വന്നു തുടങ്ങും. അങ്ങനെ വന്നു തുടങ്ങുമ്പോൾ സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം നമ്മിൽ കാണപ്പെടും. ഇന്ന് വിശ്വാസികളുടെ മധ്യേ കാണപ്പെടുന്ന ഒരു കാര്യമാണ്, ഏതെങ്കിലും ഒരു വിശ്വാസി ഏതെങ്കിലും ഒരു തെറ്റിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പകരം ആ വ്യക്തിയെ ഒന്ന് വിളിച്ച്, ബ്രദറെ മടങ്ങി വരണം, പ്രാർത്ഥിക്കുന്നെന്ന് പറയുന്നതിന് പകരം ഇമ്മീഡിയറ്റ്ലി വേൾഡ് വൈഡ് വിളിച്ച് ആ സഹോദരനെയോ ആ സഹോദരിയോ അനാവൃതമാക്കുന്ന ഒരു ടെൻഡൻസിയാണ് നമ്മുടെ മധ്യേ ഉള്ളത്. അതും ഇക്കാലത്ത് വേൾഡ് വൈഡ് ഇൻഫർമേഷൻ അയക്കുന്നത് വളരെ ഈസി ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് വാട്സാപ്പ് വഴി ടെലിഫോൺ കോൾ ചെയ്യാനുള്ള സൗകര്യം കൂടെ വന്നതോടെ ചില്ലി കാശ് പോലും ചെലവാക്കാതെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും ദൂരെ ഇരിക്കുന്ന ആളുകളോട് പോലും വീഡിയോ കോൾ ചെയ്യാൻ സാധിക്കും. സ്നേഹമാണോ വ്യാപരിക്കുന്നത്, അതോ സഹോദരനോടുള്ള കോമ്പറ്റീഷൻ, മത്സരം, അസൂയ, പിണക്കമാണോ നമ്മിൽ വ്യാപരിക്കുന്നത് എന്ന് നാം പ്രത്യേകം പരിശോധിക്കണം. ദൈവവചനം ഓർപ്പിക്കുന്നത്, ക്രിസ്തു യേശുവിൽ ഉള്ളവരുടെ ജീവിതത്തിൽ സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമാണ് കാണപ്പെടേണ്ടത്. ഇക്കാര്യത്തിൽ നമ്മളിൽ ധാരാളം ആളുകൾ ലംഘനക്കാരാണ്. അത് നമ്മൾ സമ്മതിച്ചേ പറ്റൂ. ഏതെങ്കിലും ഒരു സഹോദരന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ അത് വേൾഡ് വൈഡ് അറിയിക്കുക. അങ്ങനെ വേൾഡ് വൈഡ് അറിയിക്കുവാൻ വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് തന്നെ ഉണ്ട് ഇന്ന്.
ഈ ബഹുജന മാധ്യമങ്ങൾ സുലഭമായതോടെ സഹോദരനെ അനാവൃതമാക്കുവാൻ വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് തന്നെ ഉണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. കുറച്ചു വർഷങ്ങൾ മുൻപ് വരെ മാസികകളായിരുന്നു. ഇന്ന് അതില് ഒന്നല്ലാതെ ബാക്കി എല്ലാ മാസികകളും നിന്നുപോയി. ദൈവം ചെയ്ത പ്രഹരത്തിന്റെ പരിണിത ഫലമാണ്. ഇന്നൊരു മാസിക മാത്രമേ ഉള്ളൂ, അതും പ്രിന്റ് ചെയ്യാനുള്ള വഴിയില്ല, PDF ആയിട്ടാണ് വരുന്നത്. ഇതൊക്കെ എന്തുകൊണ്ട്? കാരണം നമ്മിൽ ഒരു നല്ല ശതമാനം ആളുകൾ സഹോദരനോട് പകയോടെയാണ് ജീവിക്കുന്നത്. എന്തുകൊണ്ട് പകയോടെ ജീവിക്കുന്നു? കാരണം സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമല്ല നമ്മുടെ ഉള്ളിലുള്ളത്, പരസ്പരം മത്സരമാണ്. ആ മത്സരത്തിന്റെ കാരണം കൊണ്ട് നാം പരദൂഷണം ചെയ്യുന്നെന്ന് മാത്രമല്ല, സഹോദരന്റെയും സഹോദരിയുടെയും സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുവാൻ വേണ്ടി പുതിയ 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 നിയമങ്ങളും ന്യായപ്രമാണം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നത് ക്രിസ്തു യേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം. നമ്മിൽ ഓരോ വിശ്വാസിയും ഇന്ന് നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ചു നോക്കേണ്ടത് ആവശ്യമാണ്. അടുത്ത വേർപാട് വിശ്വാസികളുടെ മധ്യ അടുത്ത സ്കാൻഡൽ, അടുത്ത സ്റ്റോറി, സഹോദരനെയോ സഹോദരിയെ അനാവൃതമാക്കുന്ന അടുത്ത ന്യൂസ് കേൾക്കുമ്പോൾ നമ്മുടെ പ്രതികരണം എന്ത് എന്ന് പരിശോധിക്കുവാൻ വേണ്ടി നമ്മൾ ഇപ്പോഴേ തയ്യാറെടുക്കണം. നിങ്ങൾ ചോദിച്ചെന്നിരിക്കും, ബ്രദറെ പ്രതികരണത്തിന്റെ സമയം വരുമ്പം ചിന്തിച്ചാൽ പോരെ? നോ, എല്ലാ കാര്യത്തിനും പ്രിപ്പറേഷൻ വളരെ അഡ്വാൻസിലാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇന്നോട്ട് കർത്താവേ, ഈ വിശാല കുടുംബത്തിൽ അടിയനെ വെച്ചു, സ്നേഹമായിരിക്കണമല്ലോ. അടിയൻ അവിടുത്തെ സ്നേഹത്തിന്റെ കാരണം കൊണ്ട് അടിയന് സ്വാതന്ത്ര്യം നൽകി. അതുകൊണ്ട് അടിയന്റെ ജീവിതത്തിൽ വിശ്വാസികളോടുള്ള സ്നേഹമാണല്ലോ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. മത്സരമല്ല, പിണക്കമല്ല, എതിർപ്പല്ല, സ്നേഹമാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് ഇന്നു തൊട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി ഓരോ ദിവസവും ആ വിഷയം പ്രാർത്ഥനയിൽ കൂടെ ദൈവം മുൻപാകെ വെക്കുകയും നമ്മെ തന്നെ ഓർപ്പിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ അടുത്ത സ്കാൻഡൽ വരുമ്പോൾ വേണ്ട രീതിയിൽ നമുക്ക് പ്രതികരിക്കാൻ സാധിക്കുന്നത്. ഇത് വിശ്വാസികൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു വിഷയമാണ്. മാധ്യമങ്ങളുടെ അതിപ്രസരത്തിന്റെ കാരണം കൊണ്ട് സ്കാൻഡൽസിന്റെ അതിപ്രസരം നടക്കുന്നു. ഈ സ്കാൻഡൽസിന്റെ അതിപ്രസരത്തിൽ നമ്മിൽ ഓരോരുത്തര് അറിഞ്ഞോ അറിയാതെയോ പങ്കുചേരുന്നു. അത് വേർപാട് സഭയ്ക്ക് ഒരു രീതിയിൽ ശുഭമല്ല. പ്ലസ് അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ, വേർപാട് സഭയിൽ പല സ്കാൻഡൽ വീരന്മാരുണ്ടായിട്ടുണ്ട്. സ്കാൻഡൽ നമ്മളെല്ലാവരും അതിൽ പങ്കുചേരാറുണ്ട്, എന്നാൽ ചില സ്കാൻഡൽ വീരന്മാരുണ്ടായിരുന്നു. ഇവിടെ ഏത് സ്കാൻഡൽ ഉണ്ടായാലും ഉടനെ അവർ ലോകം മുഴുവൻ വിളിച്ചു പറയും, മാസികകളിൽ എഴുതും, അല്ലെ മാസിക നടത്തുന്നു, മഞ്ഞപത്രങ്ങൾ നടത്തുന്നു. ഇവരുടെയൊക്കെ ഫാമിലീസിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആർക്കും അത് ശുഭമായിട്ടില്ല. ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നത് അന്യന്റെ ദാസനെ കുറിച്ച് സംസാരിക്കാൻ നീ ആര്? എന്റെ സഹോദരനും കൂട്ടു സഹോദരിയാണെങ്കിൽ അവർ എന്റെ ദാസന്മാരല്ല, അവർ ദൈവത്തിന്റെ ദാസന്മാരാണ്. അതുകൊണ്ട് അവരെ കുറിച്ച് പരദൂഷണം പ്രചരിപ്പിക്കുന്നത് അന്യന്റെ ദാസനെ വിധിക്കുകയാണ്. വേർപാട് സഭയുടെ, കേരള വേർപാട് സഭയുടെ കഴിഞ്ഞ 130 വർഷങ്ങളുടെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ അന്യന്റെ ദാസനെ വിധിക്കുവാൻ വേണ്ടി മാത്രം ജീവിച്ചിട്ടുള്ള പല സഹോദരന്മാരും സഹോദരിമാരും ഉണ്ടായിട്ടുണ്ട്. അവർക്കാർക്കും അത് ശുഭമായിട്ടില്ല.
ദൈവവചന 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ഓർപ്പിക്കുന്നത്, ഗലാത്യർ 5:7 ഓർപ്പിക്കുന്നത്, നിങ്ങൾ നന്നായി ഓടിയിരുന്നു. സത്യം അനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു. നമ്മൾ എല്ലാവരും നന്നായി ഓടേണ്ടവരാണ്. ജീവിതത്തിന്റെ ചില കാലഘട്ടങ്ങളിലൊക്കെ നന്നായി ഓടിയിട്ടുണ്ട്, ഓടാറുണ്ട്, അതിന് സംശയമില്ല. അത് പര്യാപ്തമല്ല. നമ്മൾ ഈ വിഷയങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് എവിടെങ്കിലും നാം നന്നായി ഓടുന്നതിന് പകരം സഹോദരനോ സഹോദരിക്കോ ഇടർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ, അവർക്ക് വേണ്ടി ആവശ്യമില്ലാത്ത നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള അരാജകത്വം സഭയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്ന് ദൈവ മുൻപാകെ ക്ഷമ ചോദിച്ച്, കർത്താവെ, സ്നേഹത്തിനായിട്ടാണല്ലോ അടിയനെ വിളിച്ചത്, ആ സ്നേഹം മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കാൻ അടിയനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ നമ്മുടെ ഉള്ളിൽ മാറിപ്പോകേണ്ട കാര്യങ്ങളെല്ലാം മാറിപ്പോയി പിന്നെ നമ്മൾ നന്നായി ഓടിത്തുടങ്ങും. അതുകൊണ്ടാണ് ദൈവവചനം ഇവിടെ ചോദിക്കുന്നത്, നിങ്ങൾ നന്നായി ഓടിയിരുന്നു. ഗലാത്യയിലെ വിശ്വാസികൾ നന്നായി ഓടിയിരുന്നു. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞ മിക്ക വിശ്വാസികളും ആദ്യത്തെ ചില മാസങ്ങളോ ചില വർഷങ്ങളോ നന്നായി ഓടാറുണ്ട്. അത് കഴിഞ്ഞാണ് പിന്നെ മറ്റു കാര്യങ്ങൾ വന്ന് അവരുടെ ഓട്ടത്തെ അഫക്റ്റ് ചെയ്യുന്നത്. ഇന്ന് ദൈവവചനം കേൾക്കുന്നതിൽ രക്ഷിക്കപ്പെട്ടിട്ട് 1, 5, 10, 20 അതിൽ കൂടുതൽ വർഷങ്ങളായിട്ടുള്ള വിശ്വാസികൾ ദൈവവചനം കേൾക്കുന്നവരോട് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, രക്ഷയുടെ അനുഭവത്തിൽ വന്നപ്പോൾ നമ്മൾ നന്നായി ഓടിയിരുന്നല്ലേ, എത്രയോ സമർപ്പണത്തോടെ ഓടിയിരുന്നു. ഇന്ന് ഓടുന്നുണ്ടോ? ഇന്ന് ഓടാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു വിശ്വാസിയുടെ ജീവിതം തകർന്നു പോകുന്നത് അത് വലിയ പാപങ്ങളിൽ കൂടെയല്ല, ചെറിയ 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 കാര്യങ്ങളിൽ കൂടെയാണ്. 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഓർപ്പിക്കുന്നത്, ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചവന്റെ പ്രവൃത്തിയല്ല, ചെയ്യാൻ പാടില്ലാത്തത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചത് അത് വിളിച്ചവന്റെ പ്രവൃത്തിയല്ല. നിങ്ങൾ പറഞ്ഞതിരിക്കും, ബ്രദറെ, ബൈ ഗോഡ്സ് ഗ്രേസ് ഞങ്ങളുടെ സഭയില് ആരും ഞങ്ങളെ ന്യായപ്രമാണം അനുസരിക്കാൻ പറയുന്നില്ല. വിഷയം അത് മാത്രമല്ല, ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ചതെന്നുള്ള വളരെ വ്യാപ്തിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നാം പരദൂഷണം ചെയ്യണമെന്നുള്ളതും നമ്മളെ ചിലർ അനുസരിപ്പിച്ചതാണ്, പഠിപ്പിച്ചതാണ്. ചിലരുടെ കൈക്കീഴിൽ പഠിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ പരദൂഷണം പഠിക്കുന്നത്. അങ്ങനെ പരദൂഷണം ചെയ്യാൻ അവർ നമ്മളെ അനുസരിപ്പിച്ചതാണ്, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. ഈ സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശം വ്യക്തമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് ഓടുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നത് ആവശ്യമാണെങ്കിലും ഒരു ശകലം ശ്രദ്ധ തെറ്റിയാൽ മതി, നമ്മൾ സ്വാതന്ത്ര്യത്തിൽ നിന്ന് അടിമത്വത്തിലേക്ക് മാറിപ്പോകും. ഞാൻ വളരെ നീണ്ട യാത്രകൾ മിനിസ്ട്രിക്ക് വേണ്ടി ചെയ്യുന്ന കൂട്ടത്തിലാണ്. ദൈവം അനുവദിച്ചാൽ അടുത്ത തിങ്കളാഴ്ച ഞാനും വൈഫും ഞാൻ ഡ്രൈവ് ചെയ്ത് ഇവിടുന്ന് പുത്തൻകാവിൽ പോകും. പുത്തൻകാവിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് തിരിച്ചു വരും. ഇങ്ങനെയുള്ള നീണ്ട ഡ്രൈവ് എപ്പോഴും പല കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു അവസരമാണ്. അതിൽ പ്രത്യേക ഒരു കാര്യം, ഒരു ചെറിയ അശ്രദ്ധയുടെ കാരണം കൊണ്ട് റോഡിൽ എത്ര ആക്സിഡൻസ് ആണ് കാണുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, 40 കിലോമീറ്റർ സ്പീഡിൽ വാഹനം ഓടിക്കുമ്പോൾ മുൻപിലുള്ള വാഹനത്തിൽ നിന്ന് ഇത്ര അടി ദൂരം മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് ക്ലിയർ കട്ട് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് എഴുതി പറയാറുണ്ട്. 60 കിലോമീറ്റർ ആണെങ്കിൽ
40ന്റെ 1.5 ഇരട്ടിയല്ല, 2 ഇരട്ടി ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ്. ആൻഡ് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ഓർപ്പിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും കാണുന്നത് ഒരു വണ്ടി ബ്രേക്ക് ചവിട്ടി വേണ്ട ഡിസ്റ്റൻസ്, ദൂരം മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് പുറകിലുള്ള വണ്ടി എന്ന് ഇടിച്ചു. ഇതൊന്നും മേജർ ലംഘനത്തിന്റെ കാരണം കൊണ്ടുണ്ടായ ആക്സിഡൻസ് അല്ല, ചെറിയ കാര്യങ്ങളിൽ അശ്രദ്ധ കാണിച്ചത് കൊണ്ടുള്ള ആക്സിഡൻസ് ആണ്. ഈ ഉദാഹരണം ഞാൻ എടുത്തു പറയാൻ കാരണം ഇത് എന്നെ ശ്രവിക്കുന്ന നല്ല ശതമാനം ആളുകൾക്ക് അറിയാവുന്ന ഒരു ഉദാഹരണമാണ്. ഇനി അതിന്റെ സ്പിരിച്വൽ ആപ്ലിക്കേഷൻസ്. ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിപ്പിച്ചവന്റെ പ്രവൃത്തിയല്ല. എന്തനുസരിപ്പിച്ചത്? ചെറിയ ചെറിയ കാര്യങ്ങളിൽ ലംഘനം ചെയ്യുക. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ലംഘനം ചെയ്ത് ഫൈനൽ റിസൾട്ട് എന്താണ്? ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ അത് ചെറിയൊരു കാര്യമല്ല. അവിടെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ചെറുതല്ല. അവിടെ ഉണ്ടാകുന്ന ഡാമേജ് അല്ലെങ്കിൽ മുറിവ് അത് ചെറുതല്ല, അത് വലുതാണ്. ഇന്ന് സന്ധ്യാസമയത്ത് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. അത് ചെറിയ ചെറിയ കാര്യങ്ങൾ, ഈവൻ പരദൂഷണം പോലുള്ള, അത് ഞാൻ എടുത്തു പറയാൻ കാരണം നമ്മുടെ ഇടയ്ക്ക് വളരെ വ്യാപകമായ ഒരു പാപമാണ്. ഈവൻ പരദൂഷണത്തിൽ കൂടെ പോലും നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ ചോദിച്ചെന്നിരിക്കും, ബ്രദറെ, പരദൂഷണം മറ്റുള്ളവർക്കെതിരെയല്ലേ, അതിലെ എന്റെ സ്വാതന്ത്ര്യം എങ്ങനെയാ നഷ്ടപ്പെടുന്നത്? ഏത് പാപവും ദൈവത്തിന് എതിരെയാണ്. ദൈവത്തിനെതിരെയുള്ള പാപം അത് നമ്മളെ നശിപ്പിക്കും. അപ്പൊ അങ്ങനെ നമ്മളെ തന്നെ നശിപ്പിക്കുന്നതിൽ കൂടെ നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുവാന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. നമുക്ക് ദൈവം സ്വാതന്ത്ര്യം നൽകിയത് അനുഗ്രഹം നിറഞ്ഞ ജീവിതത്തിന് വേണ്ടിയാണ്, അല്ലാതെ ആവശ്യമില്ലാത്ത ദൈവത്തിന്റെ ശിക്ഷാവിധി ശാപവും വിളിച്ചു വരുത്താനല്ല. ഇക്കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കർത്താവ് നമ്മിൽ ഓരോരുത്തരെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.